എന്താണ് അക്കൗണ്ടിങ്ങിലെ ഗ്യാപ്പ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതാണ് അക്കൗണ്ടിങ്ങിലെ ഗ്യാപ്പ്. ഗ്യാപ്പിൽ പൊതുവെ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെക്കുറിച്ചും അക്കൗണ്ടിങ് കൺവെൻഷൻസിനെ പറ്റിയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയും അക്കൗണ്ടിങ് പോളിസീസിനെയും പറ്റിയാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ വരുന്നത്. അസംഷൻസും കണ്ടീഷൻസും വരുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ്. മെത്തേഡ്സ് അല്ലെങ്കിൽ കസ്റ്റംസിനെ കുറിച്ചൊക്കെ പറയുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസിലാണ്. കോമൺ പോളിസീസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഓഫ് അക്കൗണ്ടിങ് അത് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക, അതാണ് അക്കൗണ്ടിങ് പോളിസീസിൽ പറയുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഉൾപ്പെടുന്നതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി അസംഷൻ, ഗോയിങ് കൺസേൺ അസംഷൻ, മണി മെഷർമെൻറ്റ്, ഡുവൽ ആസ്പെക്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, മാച്ചിങ് കോൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ, വെരിഫയബിൾ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ വരുന്നതാണ് കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി ആൻഡ് ടൈംലിനെസ്. ഒന്നാമത്തേത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണിത്? അക്കൗണ്ടിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബിസിനസ്സിനെ പ്രൊപ്രൈറ്ററിൽ നിന്നും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രൊപ്രൈറ്റർ ബിസിനസ്സിലേക്ക് മണി ബ്രിങ് ചെയ്യുമ്പോൾ അത് ആ ഫേമിൻ്റെ ലയബിലിറ്റി ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് ആ ഫേമിൻ്റെ ലയബിലിറ്റി ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്രൈറ്ററിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ബിസിനസ് ഒരു ലോങ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു, അതിന് ഒരു അവസാനമില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ഗുഡ്സ് ക്രെഡിറ്റിന് സപ്ലൈ ചെയ്യുന്നതും പ്രീപെയ്ഡ് എക്സ്പെൻസ് കൊടുക്കുന്നതും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഒക്കെ കിട്ടുന്നത് ഇതെല്ലാം ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി അല്ലെങ്കിൽ മണി വർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഈ ബാർട്ടേഴ്സ് ട്രാൻസാക്ഷൻ ഇതൊന്നും അതിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യത്തില്ല. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി.